കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയത്തിനടുത്തുള്ള കാരമടയിൽ നിന്നുള്ള ദമ്പതികളാണ് 50 വയസ്സുള്ള ധർമ്മരാജും ഭാര്യ 48 വയസ്സുള്ള മാലതിയും. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. മൂത്ത മകൾ 24 വയസ്സുള്ള രമ്യ. ഇവർ താമസിക്കുന്ന കാരമടയിൽ നിന്നും ഏകദേശം 52 കിലോമീറ്റർ അകലെയുള്ള ഇനത്തുക്കടാവിലെ ഒരു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ കാരമടയിൽ നിന്നും ഒരു 40 കിലോമീറ്റർ അകലെയുള്ള കോത്തഗിരിയിലെ സ്കൂളിൽ 11ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. ധർമ്മരാജ് ഇതേ കോത്തഗിരിയിലുള്ള തമിഴ്നാട് വൈദ്യുത ബോർഡിൽ ജോലി ചെയ്യുകയാണ്. അതിനാൽ ധർമ്മരാജും ഇളയ മകളും തമിഴ്നാട് വൈദ്യുത ബോർഡ് ധർമ്മരാജിന് നൽകിയ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. മൂത്ത മകൾ മാലതി അവൾ ജോലി ചെയ്യുന്ന കോളേജിന് അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. ഇങ്ങനെ കാരമടയിലുള്ള സ്വന്തം വീട്ടിൽ ധർമ്മരാജന്റെ ഭാര്യ മാലതിയും മാലതിയുടെ 70 വയസ്സുള്ള അമ്മയായ രംഗമ്മാളും താമസിച്ചു. ധർമ്മരാജും ഇളയ മകളും ശനിയാഴ്ച വൈകുന്നേരമാകുമ്പോൾ കോത്തഗിരിയിൽ നിന്നും കാരമടയിലുള്ള ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് വരും. അതുപോലെ തന്നെ രമ്യയും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരും. ഞായറാഴ്ച മുഴുവനും അവർ ഒരുമിച്ച് വീട്ടിൽ താമസിച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ആ കുടുംബം പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നതിനാൽ രാവിലെയും രാത്രിയും അവർ പരസ്പരം ഫോൺ വിളിക്കുന്നത് പതിവായിരുന്നു. ഈ സാഹചര്യത്തിൽ 2014 നവംബർ മാസം 3-ന് ധർമ്മരാജ് ഭാര്യയോട് സംസാരിക്കാനായി ഫോൺ വിളിച്ചു. മാലതിയുടെ ഫോൺ റിങ് ചെയ്തു, പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അന്ന് അവരുടെ മൂത്ത മകൾ രമ്യ ഹോസ്റ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് എത്തിയതുകൊണ്ട് അച്ഛൻ രമ്യയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ രമ്യയും ഫോൺ എടുത്തില്ല. അതിനുശേഷം അദ്ദേഹം രണ്ടുപേരുടെയും നമ്പറിൽ 2-3 തവണ ആവർത്തിച്ച് ശ്രമിച്ചു. പക്ഷെ അവരാരും ഫോൺ എടുത്തില്ല. മാലതിയുടെ അമ്മയായ രംഗമ്മാളിന് ഫോൺ വിളിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ അന്നത്തെ ദിവസം അവർ ഒരു ഫംഗ്ഷന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് ധർമ്മരാജ് അവർക്ക് ഫോൺ വിളിച്ചില്ല. ഒരുപക്ഷെ മാലതിയും രമ്യയും നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതി ധർമ്മരാജ് അതൊരു സാധാരണ കാര്യമാണെന്ന് കരുതി അദ്ദേഹം ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം രാവിലെ ഇളയ മകൾ സ്കൂളിലേക്ക് പോയി. ധർമ്മരാജ് ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയിട്ടും തന്റെ വീട്ടിലുള്ളവർക്ക് ഫോൺ ചെയ്ത് നോക്കി. ആ സമയം മാലതിയുടെ ഫോൺ റിംഗ് ആകുന്നുണ്ട്, എന്നാൽ അപ്പോഴും അറ്റൻഡ് ചെയ്യുന്നില്ല. നേരെ രമ്യയ്ക്ക് ഫോൺ ചെയ്ത് നോക്കി. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഭാര്യ വീട്ടിലിരുന്ന് ഫോൺ ശ്രദ്ധിക്കാതിരിക്കുന്നതാണെങ്കിൽ കൂടിയും രമ്യ ജോലിക്ക് പോകുന്നതല്ലേ, അവൾ എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ അത് ചാർജ് ചെയ്യാൻ വയ്ക്കും. ഫോൺ ചാർജ് ചെയ്യാതെ എങ്ങനെയാണ് അവൾ കോളേജിലേക്ക് പോയത്? ഇങ്ങനെ ധർമ്മരാജ് ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷം അമ്മായിയമ്മയായ രംഗമ്മാളിനെ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താനും രാത്രി മുഴുവനും അവരെ ഫോണിൽ ട്രൈ ചെയ്തു എന്നും ഫോൺ എടുത്തില്ല എന്നും പറഞ്ഞു. അതുവരെയും തന്റെ മൂത്ത മകളും ഭാര്യയും അല്പം പോലും ഉത്തരവാദിത്വം കാണിക്കാതെ ഫോൺ വിളിച്ചാൽ എടുക്കാതെ ഫോൺ ചാർജ് ചെയ്യാതിരിക്കുന്നതിന്റെ ദേഷ്യത്തിലായിരുന്ന ധർമ്മരാജിന് ഇതിനുശേഷം ഒരല്പം ഭയം തോന്നി തുടങ്ങി. വീട്ടിൽ എന്തോ അസാധാരണമായി സംഭവിച്ചു എന്ന് ഭയന്ന അദ്ദേഹം ഇളയ മകൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് മകളെയും കൂട്ടി നേരെ കാരമടയിലുള്ളവരുടെ വീട്ടിലേക്ക് പോയി. 11 വർഷങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിൽ സംഭവിച്ച മുഴുവൻ തമിഴ്നാട്ടിലും ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അങ്ങനെ ധർമ്മരാജിന്റെ ഭാര്യയ്ക്കും മകൾക്കും എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോസിന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ കമന്റും ലൈക്കുമായിരിക്കും ഈ വീഡിയോസിനെ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. ധർമ്മരാജും ഇളയ മകളും കാരമടയിലെ അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിന്റെ ഗേറ്റ് അടച്ചിരുന്നു. എന്നാൽ വീടിന്റെ വാതിൽ അല്പം തുറന്നിരുന്നു. അകത്തു നിന്ന് സംഭാഷണത്തിന്റെയോ TV പ്ലേ ചെയ്യുന്നതിന്റെയോ ശബ്ദം ഒന്നും കേട്ടില്ല. ആ സ്ഥലം വളരെ നിശബ്ദമായിരുന്നു. അവർ അകത്തേക്ക് കയറിയപ്പോൾ ധർമ്മരാജന്റെ ഭാര്യ മാലതി അവർ വീടിന്റെ ഹാളിൽ തലയിൽ ഒരു മുറിവുമായി ബോധരഹിതയായി കിടക്കുകയായിരുന്നു. ഇത് കണ്ട് ഞെട്ടിപ്പോയ ധർമ്മരാജും ഇളയ മകളും മൂത്ത മകളായ രമ്യ അന്വേഷിച്ച് വീടിനുള്ളിലേക്ക് പോയി. അകത്തേക്ക് കയറിയപ്പോൾ വീടിന്റെ കിടപ്പുമുറിയിൽ കണ്ട കാഴ്ച അവരെ ഒന്നാകെ ഞെട്ടിപ്പിച്ചു. ആ മുറിയിൽ രമ്യയുടെ വസ്ത്രങ്ങളെല്ലാം കീറി മുറിച്ച് അർദ്ധനഗ്നയായി രക്തം വാർന്ന നിലയിൽ കിടക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് ധർമ്മരാജ് ഉടൻ തന്നെ ഭാര്യയെ രക്ഷിക്കാനായി ആംബുലൻസിനെ വിളിച്ചു. ഇതേ തുടർന്ന് ആംബുലൻസും പോലീസും ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. ആ പ്രദേശം തന്നെ വലിയ തിരക്കായി. സ്ഥലത്തെത്തിയ ആംബുലൻസ് ഉടൻ തന്നെ അബോധാവസ്ഥയിലായ മാലതിയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മരിച്ച രമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. സംഭവം നടന്ന വീട്ടിൽ പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും
രക്തം പുരണ്ട ഒരു തൂവാല മാത്രമാണ് വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഇതിനു പുറമെ വീട്ടിൽ നിന്ന് പോലീസിന് മറ്റ് തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. വിരലടയാള വിദഗ്ധർ പോലും അവിടെ പരിശോധിച്ചു. സംശയം ജനിപ്പിക്കുന്ന ഒരു വിരലടയാളവും വീട്ടിലില്ല എന്ന് കണ്ടെത്തി. അബോധാവസ്ഥയിലായിരുന്ന മാലതിയെ ആശുപത്രിയിൽ തീവ്ര പരിചരണം നൽകി. ഏറെ നേരം കഴിഞ്ഞപ്പോൾ മാലതിക്ക് ബോധം തിരികെ വന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താൻ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 10 മണിയോടുകൂടി വീടിന്റെ ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയം വീടിനുള്ളിലേക്ക് കയറി വന്ന ഒരു വ്യക്തി കയ്യിലുണ്ടായിരുന്ന ഒരു മരത്തടി കൊണ്ട് തന്നെ ക്രൂരമായി ആക്രമിച്ചുവെന്നും ഈ ശബ്ദം കേട്ട് കിടപ്പുമുറിയിൽ നിന്നും ഓടിയെത്തിയ രമ്യയെയും അവൻ അതേ തടി കൊണ്ട് ആക്രമിക്കുകയും അവളെ കിടപ്പുമുറിയിലേക്ക് തള്ളിയിട്ടുവെന്നും അവനും ആ മുറിക്കുള്ളിലേക്ക് പോയി. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല എന്നും അവർ പോലീസിനോട് പറഞ്ഞു. കൂടാതെ പോലീസിന്റെ അന്വേഷണത്തിൽ മാലതി, രമ്യ ഇവ രണ്ടുപേരും ധരിച്ചിരുന്ന 6.5 പവൻ സ്വർണവും ഒരു ലാപ്ടോപ്പും മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തി. ഈ കേസ് അന്വേഷിക്കാനായി പോലീസ് പിന്നീട് 7 പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. തീവ്രമായ അന്വേഷണത്തിനിടയിൽ ഈ സംഭവം നടന്ന വീടിനടുത്തുള്ള നൈറ്റ് ക്ലബിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ പറഞ്ഞത്, രാത്രി പെട്ടെന്നൊരു അലാറം കേട്ടു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ റോഡിൽ ആരും ഇല്ലായിരുന്നു. കൂടാതെ മറ്റൊരു വ്യക്തി പറഞ്ഞത്, ഞാൻ സാധാരണയായി ഉറങ്ങാൻ പോകുമ്പോൾ വീടിന്റെ ഗേറ്റ് പൂട്ടാനായി റോഡിനടുത്തേക്ക് വരും. അതുപോലെ ഇന്നലെ രാത്രിയും ഞാൻ ഗേറ്റ് അടയ്ക്കാനായി റോഡിലേക്ക് വന്നു. അപ്പോൾ ആ റോഡിൽ ഞാൻ ഈ ഏരിയയിൽ ഇതുവരെയും കാണാത്ത ഒരു പുതിയ വ്യക്തി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാനും അവനോട്, നീ ആരാണ്, നിന്നെ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അതിനവൻ, സാർ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, വഴി അറിയാതെ ഭാഗത്തേക്ക് വന്നതാണെന്നും പറഞ്ഞു. എന്നാൽ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന കാര്യം പോലും എനിക്കപ്പോൾ അറിയില്ലായിരുന്നുവെന്ന് പോലീസിനോട് അയാൾ പറഞ്ഞു. ഇവർ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ രാത്രി ഒരു 9:45-നും 10:30-ക്കും ഇടയിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. ധർമ്മരാജിന്റെ ബന്ധുക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് ഗൗരവമായി അന്വേഷിച്ചു. അദ്ദേഹത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്നും അന്വേഷിച്ചു വന്നു. അതുപോലെ രമ്യ ജോലി ചെയ്തിരുന്ന കോളേജിൽ അവർക്ക് ശത്രുക്കളോ പ്രണയത്തിന്റെ പേരിൽ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അന്വേഷിച്ചു. ഈ 7 പ്രത്യേക സംഘം വിവിധ കോണിൽ നിന്നും അന്വേഷണം നടത്തിയെങ്കിലും കേസ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാതെ അതേ സ്ഥലത്ത് തന്നെ തുടർന്നു. തമിഴ്നാട് മുഴുവനും ചർച്ചയായ ഈയൊരു കൊലപാതക കേസിൽ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാത്തത് തമിഴ്നാട് പോലീസ് വകുപ്പിനെ തന്നെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കി. അങ്ങനെ സംഭവം നടന്ന് ഏകദേശം 70 ദിവസങ്ങൾക്ക് ശേഷം കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒരു അവസരം ലഭിച്ചു. രമ്യ കൊല്ലപ്പെട്ട ഏകദേശം 1 മാസം കഴിഞ്ഞ് 2015 ജനുവരി മാസം 11-ന് കോവിൽപാളയം പ്രദേശത്ത് ഒരു വീട്ടിലേക്ക് മോഷണം നടത്താൻ ഒരു കള്ളൻ കയറിയതായും പരിസരവാസികൾ അത് കണ്ട് അയാളെ പിടിക്കാനായി പിന്തുടർന്നപ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതായി പോലീസിന് ഒരു വിവരം ലഭിച്ചു. കൂടാതെ അങ്ങനെ കള്ളൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഷർട്ട് പോക്കറ്റിൽ നിന്നും 2 കടലാസ് കഷ്ണങ്ങളും ഒരു ഗുളികയും താഴെ വീണു. ഇത് ആളുകൾ എടുത്ത് അന്വേഷണത്തിനായി വന്ന് പോലീസിന് കൈമാറി. കള്ളന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണ ആ ഗുളിക പരിശോധിച്ചപ്പോൾ അത് വയാഗ്ര ഗുളികയാണെന്ന് പോലീസിന് മനസ്സിലായി. കൂടാതെ ആ കടലാസ് കഷ്ണത്തിൽ അംബാസമുദ്രം എന്നും അതിൽ ചില പ്രത്യേക തീയതികളും എഴുതിയിരുന്നു. അതെന്തായിരിക്കുമെന്ന് പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് ഒരാൾ മോഷ്ടിക്കാൻ കയറി. അയാളുടെ കയ്യിൽ ഒരു വയാഗ്ര ഗുളികയുമുണ്ട്. അപ്പൊ തീർച്ചയായും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് സംശയിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ള അത്തരം ഒരു വ്യക്തി, അയാളുടെ കയ്യിലുണ്ടായിരുന്ന കടലാസ് കഷ്ണം, അതിലാണ് ഈ അംബാസമുദ്രം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അംബാസമുദ്രം എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഒരു പക്ഷേ കോടതി ആയിരിക്കാം. അതിൽ എഴുതിയിരിക്കുന്ന ആ തീയതി അത് അയാൾ അവിടെ ഹാജരാകേണ്ട തീയതിയുമായിരിക്കാം. അതിനാൽ ഈ പോലീസ് അന്വേഷണം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. ആ നിർദ്ദിഷ്ട തീയതികളിൽ അംബാസമുദ്രം കോടതിയിൽ ഹാജരാകാൻ പോകുന്നത് ആരാണെന്ന് പോലീസ് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ആ വ്യക്തി അതേ അംബാസമുദ്രം പ്രദേശത്തുള്ള 28 വയസ്സുള്ള മഹേഷ് എന്ന ഡാനിയൽ. ഇയാളിൽ പോലീസിന് ഒരു സംശയം തോന്നി. മഹേഷിന്റെ ശാരീരിക സവിശേഷതകളും കള്ളനെ പിന്തുടർന്ന ആളുകൾ നൽകിയ സവിശേഷതകളും ഏതാണ്ട് ഒരുപോലെ തന്നെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മഹേഷിനെ തിരയാൻ തുടങ്ങി. അങ്ങനെ 2015 ജനുവരി മാസം 23-ന് പോലീസ് വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന ഒരു വ്യക്തിയെ കണ്ട് മഹേഷ് ആണെന്ന് സംശയം തോന്നി അറസ്റ്റ് ചെയ്തു. അത് മഹേഷ് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മഹേഷിനെ അറസ്റ്റ് ചെയ്യുന്ന അന്നുവരെയും ഈ കോവിൽപാളയത്ത് നടന്ന മോഷണ ശ്രമത്തിന് മാത്രമാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ അയാൾക്കെതിരെ ഒരുപാട് മോഷണ, ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടെന്ന് വ്യക്തമായി. കൂടാതെ അവൻ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് അവൻ തന്നെ ഓരോന്നായി പറയാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പ്രൊഫസർ രമ്യയെ കൊലപ്പെടുത്തിയത് താനാണെന്നും അവൻ സമ്മതിച്ചു. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത പോലീസ് ഈ കൊലപാതക സംഭവം ഗൗരവമായി അന്വേഷിച്ചു. ചോദ്യം ചെയ്യലിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാം. 2014 നവംബർ മാസം 3-ന്
രമ്യ ബസ് സ്റ്റോപ്പിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ രമ്യയുടെ കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിൻ ഉള്ളത് മഹേഷ് കണ്ടു. മദ്യപിച്ചിട്ടുണ്ടായിരുന്ന മഹേഷ് എന്തായാലും സ്വർണ്ണ ചെയിൻ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. രമ്യ വീടിനുള്ളിൽ കയറിയ ശേഷം മഹേഷ് വളരെ നേരം ആ റോഡിൽ തന്നെ കാത്തിരുന്നു. തുടർന്ന് മതിൽ ചാടി വീടിനുള്ളിലേക്ക് പോയി. രമ്യയുടെ അമ്മ മാലതി വീടിന്റെ ഹാളിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതേസമയം മഹേഷ് ഉള്ളിലേക്ക് കടന്ന് ഒരു മരക്കഷ്ണം എടുത്ത് മാലതിയുടെ തലയിലടിച്ചു. തൽഫലമായി മാലതിയുടെ തലയിൽ മുറിവേറ്റു. വേദന കൊണ്ട് നിലവിളിച്ച് നിലത്തേക്ക് വീണു. അവരുടെ നിലവിളി കേട്ട് രമ്യ പുറത്തിറങ്ങിയപ്പോൾ മഹേഷ് അതേ മരക്കഷ്ണം കൊണ്ട് അവളുടെ തലയിലും അടിച്ചു. ഇതുമൂലം രമ്യയ്ക്കും തലയിൽ ഗുരുതരമായൊരു പരിക്കേറ്റു. തുടർന്ന് അയാൾ രമ്യയെ കിടപ്പുമുറിയിലേക്ക് തള്ളിവിട്ടിട്ട് അയാളും അതേ കിടപ്പുമുറിയിലേക്ക് പോയി. അതുവരെയും മഹേഷ് ഈ സ്വർണ്ണമാല മോഷ്ടിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. എന്നാൽ അപ്പോൾ മുന്നിലെ ഒരു പെൺകുട്ടിയാണ്. അവളുടെ ശബ്ദം ആരും കേൾക്കുകയുമില്ല. അതിനാൽ അയാൾ മറ്റൊരു തീരുമാനം എടുത്തു. രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന രമ്യയെ കണ്ട മഹേഷ് മദ്യപിച്ച നിലയിൽ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി. ഈ സംഭവങ്ങളെല്ലാം നടന്നപ്പോൾ രമ്യയുടെ അമ്മ മാലതി അബോധാവസ്ഥയിലായിരുന്നു. ഇതിനുശേഷം ആ ദുഷ്ടമൃഗം മഹേഷ് രമ്യയുടെ കഴുത്തിലെ ചെയിനും മാലതിയുടെ കഴുത്തിലെ സ്വർണ്ണമാലയും മോഷ്ടിച്ചു. വീട്ടിൽ നിന്നും ഒരു ലാപ്ടോപ്പും എടുത്തു. എന്നിട്ട് അവിടെ നിന്നും പോയി. മഹേഷ് മോഷ്ടിച്ച ആഭരണങ്ങൾ ഒരു ജ്വല്ലറിയിൽ പണയം വച്ച ശേഷം ആ പണം താൻ കടം വാങ്ങിയ സുഹൃത്തുക്കൾക്ക് നൽകുകയും സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ മഹേഷ് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. ഇതേ തുടർന്ന് മഹേഷിനെതിരെയുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിക്കാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ മഹേഷിനെതിരായ IPCയിലെ 5 വകുപ്പുകൾ സെക്ഷൻ 302, 366, 370, 376, 394 എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കോയമ്പത്തൂർ വനിതാ കോടതിയിലാണ് ഈ കേസ് പരിഗണിച്ചത്. കുറ്റപത്രത്തോടൊപ്പം പ്രതിക്ക് 23 സാക്ഷികളെയും 85 രേഖകളും പോലീസ് സമർപ്പിച്ചു. ഏകദേശം 2 വർഷം നീണ്ടുനിന്ന ഈ കേസിന്റെ വിധി 2016 സെപ്റ്റംബർ മാസം 28-ന് ലഭിച്ചു. ഈ വിധിയിൽ മഹേഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് ജീവപര്യന്തം തടവും 5000 രൂപ പിഴയും, ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവും 5000 രൂപ പിഴയും, കവർച്ചയ്ക്ക് 10 വർഷം തടവും 5000 രൂപ പിഴയും, രമ്യയുടെ അമ്മയായ മാലതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ജീവപര്യന്തം തടവും 5000 രൂപ പിഴയും വിധിച്ചു. കൂടാതെ ഈയൊരു സംഭവത്തിൽ പ്രധാനമായി കരുതപ്പെടുന്ന രമ്യയെ കൊലപ്പെടുത്തിയതിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ 5000 രൂപ പിഴയും വിധിച്ചു. അക്കാലത്ത് ഈ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷയായിരുന്നു ശരിയെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഈ വിധിയോട് എല്ലാവർക്കും വലിയ യോജിപ്പായിരുന്നു. എല്ലാവരും അതിൽ ഒരുപാട് സന്തോഷിച്ചു. ചില കേസുകളിൽ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് കുറ്റവാളി മദ്യപിച്ചിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ തന്നെ അവിടെ ഒരു കുറ്റം സംഭവിക്കും. എന്നാൽ ഈ രമ്യ കൊലപാതക കേസിൽ മഹേഷ് എന്ന ഈ വ്യക്തി അടിസ്ഥാനപരമായി മോശമായ ഒരു വ്യക്തിയായിരുന്നു. അയാൾ മദ്യപിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സംഭവം തീർച്ചയായും സംഭവിക്കുമായിരുന്നു. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം സാധാരണ വ്യക്തികളാണ്, നല്ലവരാണ്, നമ്മൾ സുരക്ഷിതനാണ് എന്ന ചിന്ത നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. മഹേഷിനെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഈ സംഭവത്തിലൂടെ നമ്മൾ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 വർഷം മുൻപ് കോയമ്പത്തൂരിൽ സംഭവിച്ച ഈ ഒരു കൊലപാതക കേസിനെ കുറിച്ചും കുറ്റവാളിക്ക് കോടതി നൽകിയ ശിക്ഷയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായി ഇതുവരെയും ലൈക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കമന്റ്. നിങ്ങൾ നൽകുന്ന ലൈക്കും കമന്റുമായിരിക്കും നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.